അധിക്ഷേപത്തിന് സർക്കാരിൻ്റെ ഒരു പിന്തുണയോ എന്നാണ് ചോദ്യം. പിന്തുണയുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. ഓപ്പറേഷൻ സിന്ദൂർ വന്നതിനു ശേഷം പലയിടങ്ങളിൽ പല ആളുകൾ നേരിട്ട സാമൂഹിക അധിക്ഷേപത്തിൻ്റെ കഥയുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ആരതി എന്ന് പറയുന്ന രാമചന്ദ്രൻ്റെ മകൾ എന്ത് അധിക്ഷേപമാണ് സൈബർ ഇടങ്ങളിൽ നേരിടാൻ പോയത്? എന്താണ് വന്നത്? അവിടെ 2 സഹോദരങ്ങൾ എനിക്ക് കാശ്മീരിലുണ്ട് എന്ന് പറയുമ്പോൾ ആരതിക്കെതിരെ തിരിയുന്നൊരു വികാരമുണ്ട്. ഇതേ വികാരം തന്നെ ഹിമാൻഷി നർവാളിനെതിരെയും ഉണ്ടാവുന്നത്. വിനയ് നർവാളിൻ്റെ ഭാര്യ ഹിമൻഷി നർവാളിനെതിരെയും ഇതേപോലെ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയാണ്. കാശ്മീരിലെ സഹോദരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ഈ എങ്ങനെയാണ് ഈ ഹേറ്റായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവുന്നത്? വിക്രം മിശ്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റല്ലേ? ആ ഡിപ്ലോമാറ്റല്ലേ ഈ ഫോറിൻ സെക്രട്ടറി എന്ന നിലയിൽ വന്നിരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചത്? അതൊരു കാശ്മീരി കൂടിയാണ് വിക്രം മിശ്രി കേട്ടോ. ആ വിക്രം മിശ്രിക്കെതിരെ നടന്ന ഹേറ്റ് ക്യാമ്പയിൻ എന്തിനു വേണ്ടിയായിരുന്നു? യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ. അതിന് വിക്രം മിശ്രിയാണോ സംസാരിച്ചത്? പ്രതിരോധ മന്ത്രാലയത്തിലെ DGOമാർ നടത്തിയ ചർച്ചയില്ലേ? ഇതുപോലും അറിയാത്ത സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വിക്രം മിശ്രി മാത്രമല്ല, വിക്രം മിശ്രിയുടെ മകളെ കൂടി ആ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വലിച്ചിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു എന്നുള്ളിടത്താണ്. അതായത് സോഫിയ ഖുറേഷിക്കെതിരെ വരുന്നതിന് മുമ്പ് വിക്രം മിശ്രി, ഈ ഹിമാൻഷി നർവാൾ, അതേപോലെ ആരതി, ഇവർക്കെതിരെ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, ഇതെല്ലാം ഒറ്റക്കാര്യമാണ് പറയുന്നത്. അമിതമായ ദേശീയതയുടെ ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ആളുകൾ ഈ സൈബർ ഇടങ്ങളിലിരുന്ന് ഇതേപോലെ നുണകൾ പടച്ചുവിടുകയും അധിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണ്. അപ്പോൾ എന്തെങ്കിലും നടപടിയെടുത്തോ? വിക്രം മിശ്രിയെ ഇത്രയും നേരമായി സംരക്ഷിച്ചു പിടിക്കാൻ സർക്കാർ എടുത്ത നടപടി എന്താ? വിക്രം മിശ്രിക്ക് അനുകൂലമായിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഈ ആരൊക്കെയാണ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഈ രാജ്യത്തെ മിക്കവാറും എല്ലാ മനുഷ്യരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടിലും സർക്കാർ എന്തുകൊണ്ടാണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള പിന്തുണയുമായി വരാത്തത്? എന്തുകൊണ്ടാണ് BJP നേതാക്കളുടെ ഒരു പിന്തുണയുമായിട്ട് വരാത്തത് ഈ സൈബർ മിശ്രിക്ക്? അതാണ് എൻ്റെ സംശയം. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നിലവിൽ വിജയ് ഷായുടെ ഈ വിഷയത്തെയും കാണാൻ. ഞാൻ ഈ വിഷയത്തിൽ പൂർണ്ണമായും സർക്കാരിന് പിന്തുണ കൊടുത്തൊരു വ്യക്തിയാണ്, സൈന്യത്തിന് പിന്തുണ കൊടുത്ത വ്യക്തിയാണ്. കാര്യം, ഒരു രാജ്യം അപകടത്തിലാവുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്തെ സർക്കാരിനെയും ആ സൈന്യത്തെയും പിന്തുണയ്ക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യമാണ്. അത് നമ്മൾ നിറവേറ്റി. പക്ഷേ നോക്കൂ, അതിൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിദ്വേഷ പരാമർശങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ് ആഭ്യന്തരമായി. എന്താണ് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനികൾ പാകിസ്ഥാനെതിരെ ചെയ്യുന്നത്? അതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ സോഫിയ ഖുറേഷി? നേരത്തെ സൂചിപ്പിച്ചു, സോഫിയ ഖുറേഷിയുടെ ചരിത്രം ചെറുതാണോ? സോഫിയ ഖുറേഷി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് വരുന്നത് അവരുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ഈ പറയുന്ന ഝാൻസി റാണിക്കൊപ്പം പോരാടിയ ഒരു വലിയ പൂർവ്വ പാരമ്പര്യം ഈ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിനുണ്ട്. മുത്തച്ഛൻ കേണലായിരുന്നു. അതേപോലെ ആർമിയെ കണ്ടാണ് വരുന്നത്. ബയോകെമിസ്ട്രിയിൽ നിന്നുള്ള തൻ്റെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് നേരെ ആർമിയിലേക്ക് വരുന്നത് ആ ലെഗസി പിന്തുടരാൻ വരികയാണ്. ഓരോ ഘട്ടത്തിലും ആ ലെഗസി പിന്തുടരുകയാണ്. നോക്കൂ, ഈ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യത്തിൻ്റെ പ്രതിരോധ നിരയുടെ ഒരു വലിയ പ്രദർശനത്തിൽ അവർ തന്നെയല്ലേ ഈ രാജ്യത്തെ നയിച്ചത്? അങ്ങനെ ആദ്യ വനിതയായി മാറുകയല്ലേ ചെയ്യുന്നത്? 2016 കോങ്കോയിൽ പോയി പീസ് കീപ്പിംഗ് മിഷന് പങ്കെടുത്തതും ഇതേ സോഫിയ ഖുറേഷി ആയിരുന്നല്ലേ? ഈ സോഫിയ ഖുറേഷി കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ നോർത്ത് വെസ്റ്റിൽ പോയി സേവനം അനുഷ്ഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ വിദഗ്ധയായിരുന്നു സോഫിയ ഖുറേഷി. കാരണം ഈ സിഗ്നലുകളൊക്കെ കേന്ദ്രീകരിക്കുന്ന സിഗ്നൽ കമാൻഡിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു മിടുക്കിയായ സമർത്ഥയായ ഒരു സൈനിക ഉദ്യോഗസ്ഥ. ആ സോഫിയ ഖുറേഷി വന്നിരുന്നല്ലേ പാകിസ്ഥാനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്, നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്, പാകിസ്ഥാൻ ഓരോ നിമിഷവും ഓരോ മറുപടിയായി കൊടുത്തത്. ആ സോഫിയ ഖുറേഷി ആക്രമിക്കാൻ പോകുന്നതിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഹേറ്റ് ക്യാമ്പയിൻ്റെ, ഹേറ്റ് സ്പീച്ചസിൻ്റെ ചരിത്രമുള്ളതാണ് എന്നുള്ളതാണ്. എനിക്കറിയാം, തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പറയുന്നു. BBC-യുടെ കണക്ക് പ്രകാരം ഹേറ്റ് ലാബ് എന്ന് പറയുന്ന വാഷിങ്ടണിലെ ഒരു റിസർച്ച് ഏജൻസി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കണക്ക്? ഇന്ത്യയിൽ 79% ഹേറ്റ് സ്പീച്ചുകൾ നടത്തുന്നത് ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അല്ലാതെയും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കെതിരെയാണ്? മൈനോറിറ്റിക്കെതിരെയാണ്. 98% വരുന്നതും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെയാണ്. ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഹേറ്റ് സ്പീച്ച് നടത്തുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഒന്നാണോ? 1165 കേസുകളാണ് 2024 മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ വർധനയായിട്ടാണ് ഈ ഹേറ്റ് ലാബ് എന്ന് പറയുന്ന റിസർച്ച് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് വരുന്നത് നോക്കൂ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്,
അതേപോലെ ഉത്തർപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നത് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള വിജയ് ഷായുടെ സ്റ്റേറ്റ്മെൻറ്റിനെയും കാണുന്നത്. ഇവിടെ വിജയ് ഷായ്ക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്ന രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, വിജയ് ഷാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷവും ഇപ്പോൾ അവിടുത്തെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ട് തുടരുകയാണ്. ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ട് തുടരുകയാണ് വിജയ് ഷാ. എന്ത് ധാർമ്മിക ഉത്തരവാദിത്വം, അവകാശമുണ്ട് വിജയ് ഷായ്ക്ക് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയെ മതത്തിൻ്റെ പേരിൽ ഭീകരവാദികളുടെ സഹോദരി എന്ന മട്ടിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അവിടെ ഇരിക്കാൻ? ഭരണഘടനയുടെ ലംഘനം നടന്നിരിക്കുകയല്ലേ, സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുകയല്ലേ? ആ മന്ത്രിയെ, ആ ട്രൈബൽ മിനിസ്റ്ററെ നീക്കം ചെയ്യുന്നതിന് ഈ മോഹൻ യാദവിന് ആരോടാ കൂടിയാലോചിക്കാനുള്ളത്? ഏത് വ്യക്തിയോടാ കൂടിയാലോചിക്കാനുള്ളത്? ഈ നിമിഷമെടുത്ത് പുറത്ത് കളയണ്ടേ? ഇപ്പോൾ 48 മണിക്കൂറായി ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികൾ ഇയാളുടെ രാജ്യം ആവശ്യപ്പെടുകയാണ് വിജയ് ഷായുടെ. ഇയാൾ മാപ്പ് പറയാൻ പോകുന്നത്. ആർക്ക് വേണം ഇയാളുടെ മാപ്പ്? അയാളുടെ മാപ്പ് ഒന്നും ആർക്കും വേണ്ട. അയാളെ വേണ്ടത് വിജയ് ഷായെ ആ പദവിയിൽ നിന്ന് എടുത്ത് കളയാൻ മോഹൻ യാദവിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് അവിടെ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ടോ? ന്യായമായി സംശയിക്കാം. നേരത്തെ സുജയ് പറഞ്ഞു 8 തവണ MLA ആയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സ്റ്റേറ്റിലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. തൊടാൻ വിറയ്ക്കും മോഹൻ യാദവിന്. അവിടെയാണ് BJPയുടെ പിന്തുണയുണ്ടോ? ഉമാഭാരതി അടക്കമുള്ള നേതാക്കളൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നു അബ്ബാസ് നഖ്വിയാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഇയാളൊരു ഫൂളാണ്, ഇയാളൊരു വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞു. BJPയുടെ ടോപ്പ് ബ്രാസിലുള്ള പല നേതാക്കളും ഇയാളുടെ പ്രവൃത്തിയോട് യോജിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇയാളെ പുറത്താക്കുന്നില്ല? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് ഈ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, ഇപ്പോഴും ഈ നിമിഷവും വിജയ് ഷാ ഇന്ത്യക്ക് അധിക്ഷേപമായ, ഈ സർക്കാരിന് അധിക്ഷേപമായ, BJPക്ക് അധിക്ഷേപമായ, ഒരു ദേശീയതയെ പിന്തുണയ്ക്കുന്ന ഏത് വ്യക്തികൾക്കും അധിക്ഷേപമായ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഈ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായ വിജയ് ഷാ ഇപ്പോഴും അധികാരത്തിൽ മന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ പിന്തുണയ്ക്കുന്നു പറയാനുള്ള എൻ്റെ ഒരു വാദം. രണ്ടാമത്തെ വാദം നോക്കൂ, ഞാൻ പറയുന്നതല്ല. ഇന്ന് മധ്യപ്രദേശിലെ ജബൽപൂർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് FIR-നെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കാം. എന്താണ്? ഈ നിൽക്കക്കള്ളിയില്ലാതെയാണ് FIR എടുത്തത്. FIR ആദ്യം എടുത്തില്ല. ആദ്യം ഹൈക്കോടതി സുമോട്ടോ ഈ കേസ് എടുക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തത്. അപ്പം 3 പോയിന്റ് ആവുകയാണ്. ഒന്ന്, ഈ വിഷയത്തിൽ നേരിട്ട് പോലീസ് കേസെടുത്തതേയില്ല. പകരം ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ഹൈക്കോടതി സുമോട്ടോ ഇത് പരിഗണിച്ചുകൊണ്ട് കേസെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യം വരും എന്ന് DGPക്ക് നിർദ്ദേശം കൊടുത്തു. നിൽക്കക്കള്ളിയില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. പോലീസ് കേസെടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ കോടതി നിർദ്ദേശിച്ച സമയവും കഴിഞ്ഞതിനു ശേഷമാണ്. ഇതേപോലെ ഒരു നമ്മൾക്കൊക്കെ അപമാനകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ, അധിക്ഷേപകരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ വിജയ് ഷായെ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കോടതി ഉത്തരവുണ്ടായിട്ടും കോടതി പറഞ്ഞ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒരു FIR ഇടാതെ പോയത്? അത് കഴിഞ്ഞ് 5 മണിക്കൂർ എടുത്തു. കോടതി പറഞ്ഞ സമയപരിധിക്ക് കടന്ന് 5 മണിക്കൂറിന് ശേഷമാണ് ഇയാൾക്കെതിരെ FIR ഇടുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ആ FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ജബൽപൂർ കോടതി പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. FIR-ലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പറയുന്നുണ്ട്. ദ FIR ഈസ് ബ്രീഫ്. FIR വളരെ ചുരുങ്ങിയ FIR ആണ്. However, the briefness of FIR is not the problem. അതല്ല ഇവിടുത്തെ പ്രശ്നം. Having gone through the FIR in its entirety, there is not a single mention of the actions of the suspect which would satisfy the ingredients of offences registered which have been registered against him. ഇയാൾ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പോലും, ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം പോലും FIR-ൽ. ഇത് എന്തൊരു വിചിത്രമായ FIR ആണെന്ന് അറിയാമോ? അതുകൊണ്ട് പറയുന്നത് ഞാനല്ല, മധ്യപ്രദേശിലെ ജബൽപൂർ ഹൈക്കോടതി പറയുകയാണ്, ഇട്ടിരിക്കുന്ന FIR-ൽ ഇയാൾ ചെയ്തത് എന്താണ് എന്നതിനെക്കുറിച്ച് പരാമർശമില്ല. ഇങ്ങനൊരു FIR നിലനിൽക്കുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നത് ഇതേ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറയുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് ഹാസ് ബീൻ ഡ്രാഫ്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്വാഷ്ഡ്. തള്ളിക്കളയാം. ഈ FIR ക്വാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു FIR ആണ്. ഒരു വീക്ക് FIR ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദുർബലമായൊരു FIR ഇട്ട് ഈ വിജയ് ഷായെ ആർക്കാണ് സംരക്ഷിച്ചു പിടിച്ച് നിർത്തേണ്ടത്? അത് ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനല്ലേ? മോഹൻ യാദവിന് അറിയാമായിരുന്നില്ലേ? മോഹൻ യാദവിൻ്റെ കീഴിലല്ലേ ആഭ്യന്തര വകുപ്പ്? ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലല്ലേ പോലീസ്? ആ പോലീസല്ലേ FIR ഇടേണ്ടത്? ആ FIR ഇടേണ്ട പോലീസ് ഇത്ര ദുർബലമായ ഒരു വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഈ പ്രസംഗത്തിൻ്റെ ഒരു പരാമർശം പോലും ഇല്ലാതെ, പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ അതീവ ദുർബലമായ വകുപ്പുകളും ക്ലോസുകളും ചേർത്ത് വിജയ് ഷായെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു നാഴികയ്ക്ക് മുമ്പേ തന്നെ ഇയാളെ ഈ പദവിയിൽ നിന്ന് മാറ്റുകയും ഇയാൾക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി ആ പ്രസംഗത്തിൻ്റെ ഭാഗം മുഴുവൻ പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് സഹിതമായ FIR-ൽ വരേണ്ടതിനു പകരം ചില വകുപ്പുകളൊക്കെ ഇട്ട് ഇയാളെ ഇപ്പോൾ സംരക്ഷിക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വീക്ക് FIR ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് സർക്കാരിന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണ്ടി വരുന്നതാണ് സാഹചര്യം എന്നുകൂടി പറയുന്നുണ്ട് ഈ ജബൽപൂർ ഹൈക്കോടതി.
പിന്നെ ഈ സർക്കാർ അധികാരത്തിലേക്ക് വേണ്ടോ? ഞാൻ പറയുന്നത് ഈ സർക്കാരിന് തന്നെ അപമാനകരമായി തീർന്നിരിക്കുന്നു ഈ നടപടി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മോഹൻ യാദവ് കൊടുക്കുന്ന പിന്തുണ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെയാണ് കേന്ദ്രത്തിലെ മുതിർന്ന BJP നേതാക്കൾക്ക് പോലും താല്പര്യമില്ലാത്ത വിഷയത്തിൽ മോഹൻ യാദവിന് എന്താണ് താല്പര്യം എന്നുള്ളത്. കാരണം ഈ വിജയ് ഷാ ഇവരുടെ ഒരു വലിയ തുറുപ്പുചീട്ട. വിജയ് ഷാ മധ്യപ്രദേശിൽ സമാനമായ രീതിയിൽ ഹേറ്റ് സ്പീച്ചസുകൾ നടത്തിയ ചരിത്രമുള്ളയാളാണ്. ഇതാദ്യമായിട്ടല്ല ഈ വിജയ് ഷാ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത്. അങ്ങനെ കോൺട്രവേഴ്സി ചരിത്രമുള്ള BJP ഇതുവരെ പിന്തുടർന്നു പോന്നിരിക്കുന്ന ഹേറ്റ് സ്പീച്ചുകൾ നടത്താൻ ആ മധ്യപ്രദേശ് സ്റ്റേറ്റിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു നേതാവിനെ അവിടുത്തെ കമ്മ്യൂണൽ ഇക്വേഷൻസ് തകരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടുകൂടി മോഹൻ യാദവ് തള്ളിപ്പറയാതിരിക്കുന്നുവെങ്കിൽ, മോഹൻ യാദവിൻ്റെ പോലീസ് ദുർബലമായ FIR ഇട്ടിരിക്കുന്നുവെങ്കിൽ, മോഹൻ യാദവിൻ്റെ പോലീസ് കോടതി ഇടപെടൽ ഉണ്ടാവാതെ FIR ഇടാതിരുന്നുവെങ്കിൽ, തീർച്ചയായും ഞാൻ പറയുന്നു ഇതിനു പിന്നിൽ വിജയ് ഷായുടെ പിന്നിൽ ആ സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. ഈ അധിക്ഷേപത്തിനത് ആ സർക്കാരിൻ്റെ പിന്തുണയായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.